എലോൺ മസ്കിന്റെ ജീവിതത്തിന് ഒരേയൊരു മിഷനേ ഉള്ളൂ, ലോകത്തെ രക്ഷിക്കുക. അതിന് എന്ത് വില നൽകേണ്ടി വന്നാലും ശരി, ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ഇലക്ട്രിക് കാറുകളെ ഇത്ര കൂളാക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് എലോൺ മസ്കിനാണ് പറ്റുക. റോക്കറ്റുകൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് എലോൺ മസ്ക് ആണ്. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ട്രംപിനെ പ്രസിഡന്റ് ആക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതും എലോൺ മസ്കിനാണ് സാധിക്കുക. നിങ്ങളൊരു മാർവൽ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, റോബർട്ട് ഡൗണി ജൂനിയർ ടോണി സ്റ്റാർക്കിന്റെ റോള് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരേയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് എലോൺ മസ്കിനെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ഇലോൺ മസ്കിനെ വെറുതെയല്ല റിയൽ ലൈഫ് ടോണി സ്റ്റാർക്ക് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു വശത്ത് ആളുകൾ അദ്ദേഹത്തെ ഹീറോ ആയിട്ട് കാണുമ്പോൾ തന്നെ എലോൺ മസ്ക് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും അദ്ദേഹത്തെ ഒരു സൂപ്പർ വില്ലൻ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് ശരിക്കും ഈ എലോൺ മസ്ക് എന്ന് പറയുന്നത്? വ്യത്യസ്തനായിട്ടുള്ള ഒരു പയ്യൻ. നീ ദുർബലനാണ്, നീ വിഡ്ഢിയാണ്, നീ ഒരു തോൽവിയാണ്. കുട്ടിക്കാലം മുതൽ എലോൺ മസ്കിനെ ഈ വാക്കുകൾ എല്ലാ ദിവസവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വീക്ക്, സ്റ്റുപ്പിഡ്, ലൂസർ. ഇത് കേൾപ്പിച്ചു കൊണ്ടിരുന്നത് മറ്റാരുമല്ല, എലോൺ മസ്കിന്റെ സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു, എറോൾ ഗ്രഹാം മസ്ക്. എലോൺ മസ്കിന്റെ പിതാവ് ഒരു വലിയ പണക്കാരനായിട്ടുള്ള എഞ്ചിനീയറും പ്രോപ്പർട്ടി ഡെവലപ്പറും ഒക്കെ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ 1970-80 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രധാന രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. സാംബിയയിൽ അദ്ദേഹത്തിന് ഒരു മരതക ഖനി കൂടി ഉണ്ടായിരുന്നു എന്നും പെട്ടിയടക്കാൻ പോലും പറ്റാതെ അത്രയും പണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പണമാണ് കരുത്ത്, കരുത്താണ് പണം. ഇതിന് നേരെ വിപരീതമായിരുന്നു എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വളരെയധികം ശാന്തനായിരുന്നു, അതുപോലെ തന്നെ വല്ലാത്ത ബുദ്ധിമാനും. കുട്ടിക്കാലത്ത് എലോണിന് കൂട്ടുകാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആസ്പെർഗർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകാനും സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കാനും ഇന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകളുണ്ട്. സ്കൂളിൽ ടീച്ചർ എന്ത് ചോദ്യം ചോദിച്ചാലും എത്ര കടുപ്പമേറിയതാണെങ്കിലും എലോൺ മസ്ക് ആയിരിക്കും ആദ്യം മറുപടി പറയുക എന്നുള്ളത്. മസ്കിനെ ടീച്ചർമാരെ എപ്പോഴും പുകഴ്ത്തുമായിരുന്നു. ബാക്കി കുട്ടികളോട് പറയും അവനെ കണ്ടുപിടിക്കൂ എന്ന്. ഈ താരതമ്യം കുട്ടിക്കാലത്ത് എലോൺ മസ്കിനെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടാക്കി മാറ്റാനും തുടങ്ങി. മറ്റു കുട്ടികൾ എലോൺ മസ്കിനെ തല്ലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ ഒരു രസകരമായിട്ടുള്ളൊരു കഥ ഉണ്ട്. ഒരിക്കൽ കുട്ടികൾ എലോണിനെ കോണിപ്പടിയിൽ നിന്ന് തള്ളിയിട്ടു. മസ്ക് താഴെ വീണു, മുഖത്ത് നല്ല പരിക്കേറ്റു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും തയ്യാറായില്ല. പകരം പറഞ്ഞത് ഇതായിരുന്നു: ഇതെല്ലാം നിന്റെ തെറ്റാണ്, നീ ദുർബലനാണ്, നീ കരുത്തനാകണം. ഇന്ന് നമ്മൾ എലോൺ മസ്കിനെ കാണുമ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഇത്രയും കഠിനമായിരുന്നോ എന്നുള്ളത്. എലോൺ മസ്കിന്റെ ജീവിതത്തിലെ ഈ ഘട്ടത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, ആരുടെയും ജീവിതം പെർഫെക്റ്റ് അല്ല. ഇത്രയും വലിയൊരു ശതകോടീശ്വരന്റെ ജീവിതം പോലും പെർഫെക്റ്റ് ആയിരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെ പെർഫെക്റ്റ് ആകും? എന്നാൽ ഇലോൺ മസ്കിന്റെ ജീവിതം വൈകാതെ മാറാൻ പോവുകയായിരുന്നു. അത് എങ്ങനെ മാറി എന്നതിനെ കുറിച്ച് നമ്മൾ ഇനിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്കൊരു ചോദ്യമുണ്ട്. കുട്ടിക്കാലത്ത് ഇത്രയധികം ക്രൂരതകൾ അനുഭവിച്ച, ട്രോമയിലൂടെ കടന്നുപോയ ഒരു കുട്ടി വൈറ്റ് ഹൗസ് വരെ എത്തുമ്പോൾ അവൻ്റെ കയ്യിൽ പവർ വരുമ്പോൾ അവൻ എന്തായിരിക്കും ചെയ്യുക? അവൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് മാറുമ്പോൾ, ലോകത്തെ മാറ്റാനുള്ള ശക്തി കിട്ടുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ ഈ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുമോ, അതോ ഈ ലോകം പെർഫെക്റ്റ് ആണെന്ന് പറയും? ഇന്നത്തെ ലോകത്തെ നിങ്ങൾ എങ്ങനെ മാറ്റും? മൊത്തത്തിൽ നോക്കിയാൽ ലോകം ഇപ്പോൾ വളരെ മികച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു. എലോൺ മസ്കിന്റെ വാക്കുകൾ ഒന്ന് പറയുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മറ്റൊന്നാണ്. മറ്റൊന്ന്, എലോൺ മസ്കിനെ ചിലർ റിയൽ ലൈഫ് ടോണി സ്റ്റാർക്ക് എന്ന് വിളിക്കാറുണ്ട്. ജീനിയസ്, ബില്യനർ, പ്ലേ ബോയ്, ഫിലാന്തോപ്രിസ്റ്റ് എല്ലാം എലോൺ മസ്ക് ആണ്. പക്ഷേ കുട്ടിക്കാലത്ത് ക്രൂരമായിട്ട് തല്ലു വാങ്ങിയിരുന്ന ആ പയ്യൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്? ഈ മാറ്റം എങ്ങനെയാണ് സംഭവിച്ചത്? ഇലോൺ മസ്കിന്റെ ഈ മാറ്റം ഒരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ടല്ല ഉണ്ടായത്, അതൊരു എസ്കേപ്പ് ആയിരുന്നു. എലോൺ മസ്ക് തന്റെ രക്ഷപ്പെടൽ കണ്ടെത്തിയത് കമ്പ്യൂട്ടറുകളിലായിരുന്നു. എലോൺ മസ്കിന് വെറും 12 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം തന്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം നിർമ്മിക്കുന്നത്, അതായത് ബ്ലാസ്റ്റർ. മറ്റു കുട്ടികൾ വെറുതെ കളിച്ച് നടന്നപ്പോൾ എലോൺ മസ്ക് സ്വന്തമായിട്ട് ഗെയിം നിർമ്മിക്കായിരുന്നു. അത് ഉണ്ടാക്കുക മാത്രമല്ല, അദ്ദേഹം അത് $500 വിൽക്കുകയും ചെയ്തു. $500 എന്നത് ഇന്നും വലിയൊരു തുകയാണ്.
നമ്മൾ സംസാരിക്കുന്നത് 1983 കുറിച്ചാണ്. ഇവിടെ നിന്ന് തന്നെ മസ്കിൻ്റെ 2 വശങ്ങളും വ്യക്തമാണ്. അദ്ദേഹം ഒരു ജീനിയസ് ആണ്, ഒപ്പം തൻ്റെ ബുദ്ധിയെ എങ്ങനെ പണമാക്കി മാറ്റണം എന്നും അദ്ദേഹത്തിന് അറിയാം. മസ്ക് അവിടെ നിന്നില്ല. എവിടെയൊക്കെ തൻ്റെ വളർച്ച തടസ്സപ്പെടുന്നുവോ അവിടെ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. തൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാഹചര്യം എവിടെയാണോ അവിടേക്ക് അദ്ദേഹം പോയി. 17-ാം വയസ്സിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാനഡയിലേക്ക്, പിന്നീട് 21-ാം വയസ്സിൽ കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക്. താൻ മിടുക്കനായതിൻ്റെ പേരിൽ ശിക്ഷ കിട്ടാത്ത ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തി. അവിടെ അദ്ദേഹത്തിന് ശിക്ഷയല്ല, പ്രതിഫലമാണ് കിട്ടിയത്. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ അദ്ദേഹം എക്കണോമിക്സും ഫിസിക്സും ഒരുമിച്ച് പഠിച്ചു. എലോൺ മസ്കിന് വെറും 24 വയസ്സ് ഉള്ളപ്പോഴാണ് അദ്ദേഹം തന്നെ സഹോദരൻ കിംബൽ മസ്കിനൊപ്പം ആദ്യത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്. അതിൻ്റെ പേര് സിപ്റ്റു എന്നായിരുന്നു. ഇത് ഏകദേശം ഗൂഗിൾ മാപ്പ് പോലെ തന്നെയായിരുന്നു. അദ്ദേഹം പല പല ന്യൂസ് പേപ്പറുകളൊക്കെ എടുത്ത് ഏതൊക്കെ ബിസിനസ്സുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഡാറ്റ ഒരു മാപ്പിലേക്ക് ഫീഡ് ചെയ്തു. ഇന്നിത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. ഗൂഗിൾ മാപ്സ് ഇപ്പോൾ ചെയ്യുന്നതും ഇത് തന്നെയാണ്. പക്ഷേ ഇത് 1995-ലെ കാര്യമാണ്. അന്ന് ഇതൊരു വിപ്ലവകരമായിട്ടുള്ള ആശയമായിരുന്നു. എലോൺ മസ്ക് ഈ ഐഡിയ വിറ്റ് $300 മില്യൺ സമ്പാദിച്ചു. ഈ പണം മുഴുവനും മസ്കിന് കിട്ടിയില്ലെങ്കിലും ഏകദേശം $22 മില്യൺ അദ്ദേഹത്തിന്റെ പോക്കറ്റിലെത്തി. 28 വയസ്സുള്ള മസ്കിന്റെ കയ്യിൽ നിന്ന് അന്ന് $22 മില്യൺ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ പൈസയും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ബിസിനസ്സുകൾ എങ്ങനെ അഡ്വർടൈസ് ചെയ്യണം എന്നതിൽ അദ്ദേഹം വലിയൊരു മാറ്റം കൊണ്ടുവന്നു. എന്നാൽ മസ്ക് അവിടെയും നിർത്തിയില്ല. അദ്ദേഹം വീണ്ടും അടുത്തതിലേക്ക് പോയി. അങ്ങനെയാണ് മസ്കിന്റെ 2ാമത്തെ കമ്പനി വരുന്നത്. നിങ്ങളെല്ലാവരും ആ ഒരു പേര് കേട്ടിട്ടുണ്ടായിരിക്കും, പേപ്പാൽ. ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സിസ്റ്റത്തെ മാറ്റിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്പനി വന്നത്. അതായിരുന്നു ബാങ്കിങ്. പേപ്പാൽ വഴി ഇന്റർനാഷണൽ പേയ്മെന്റുകൾ ഒരു ഒറ്റ ക്ലിക്കിൽ ചെയ്യാമായിരുന്നു. ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഫീസുകളുടെ തലവേദനകൾ ഉണ്ടായിരുന്നില്ല. വെറും ഒരു വെബ്സൈറ്റും ഒരു അഡ്രസ്സും മാത്രമാണ് ഉണ്ടായിരുന്നത്. UPIയിൽ ഇന്ത്യയിൽ എന്ത് വിപ്ലവമാണോ കൊണ്ടുവന്നത് അതുപോലെ ഒന്ന് ലോകമെമ്പാടും കൊണ്ടുവന്നത് പേപ്പാലാണ്. ഇവിടെയും മസ്കിനെ തളർത്താൻ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വെക്കേഷന് പോയ സമയത്ത് ബോർഡ് മെമ്പേഴ്സ് ചേർന്ന് അദ്ദേഹത്തെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റി. മസ്ക് CEO അല്ലായിരുന്നെങ്കിലും കമ്പനിയുടെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ eBay പേപ്പാലിനെ വാങ്ങിയപ്പോൾ മസ്കിന് $165 മില്യൺ ലഭിച്ചത്. അതൊരു വലിയ തുക തന്നെയാണ്. സാധാരണ ഒരു സംരംഭകന്റെ കഥ ഇവിടെ അവസാനിച്ചേക്കാം. അതൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കും. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് എലോൺ മസ്കിനെ കുറിച്ചാണ്. 30 വയസ്സിൽ $165 മില്യൺ ഉടമയായിട്ടുള്ള ഒരാൾ പിന്നീട് എന്തായിരിക്കും ചെയ്യുക? മസ്ക് വീണ്ടും പണിയെടുത്തു. തൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ 50% അദ്ദേഹം തൻ്റെ 2 സ്വപ്ന പദ്ധതികളിലാണ് നിക്ഷേപിച്ചത്. ഒന്ന് ടെസ്ല, 2 സ്പേസ് എക്സ്. പണം എന്നത് ലക്ഷ്യമല്ല, പണം എന്നത് ഇന്ധനമാണെന്ന് എലോൺ മസ്ക് പഠിപ്പിച്ചു. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു റിസോഴ്സ് മാത്രമാണ് പണം. പണത്തെ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യമാക്കരുത്. കാരണം ആരും ഈ ലോകത്ത് നിന്ന് പണം കൊണ്ടുപോകുന്നില്ല. എലോൺ മസ്ക് തൻ്റെ പണം ഉപയോഗിച്ച് തൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കി. ചെറുപ്പം മുതൽ മസ്ക് ഒരു സ്വപ്നം കണ്ടിരുന്നു. നമ്മളെല്ലാവരും കാണുന്ന പോലെ ആകാശത്ത് പറക്കാനുള്ള സ്വപ്നം. പക്ഷേ നാസ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. എലോൺ മസ്ക് ജനിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ്. അതായത് എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയില്ല. അപ്പോൾ മുന്നിലുള്ള അടുത്ത വഴി എന്താണ്? സ്വന്തമായിട്ടുള്ള റോക്കറ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. സ്പേസ് എക്സിൻ്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. എലോൺ മസ്ക് റഷ്യയിൽ പോയി അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള എന്നാൽ അവർ ഉപയോഗിക്കാത്ത റോക്കറ്റുകൾ വാങ്ങി. മസ്ക് ആ റോക്കറ്റുകൾ ഓരോന്നായിട്ട് പരിശോധിച്ചു. അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും വില കണക്കുകൂട്ടി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഒരു റോക്കറ്റ് നിർമ്മിക്കാനാകുന്ന ചെലവും അത് നാസക്ക് വിൽക്കുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. അതായത് സ്പേസ് എക്സിന് സ്വന്തമായിട്ട് റോക്കറ്റ് നിർമ്മിക്കാൻ സാധിച്ചാൽ സ്പേസിൽ പോകാനുള്ള മസ്കിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. പക്ഷേ ഈ യാത്ര അത്ര ലളിതമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റോക്കറ്റ് ഫാൽക്കൺ 1 പരാജയപ്പെട്ടു. 2ാമത്തെ റോക്കറ്റിൻ്റെ ആദ്യഘട്ടം വിജയിച്ചുവെങ്കിലും ഓർബിറ്റിൽ എത്തുന്നതിന് മുമ്പ് അത് പരാജയപ്പെടുകയും ചെയ്തു. 3ാമത്തെ റോക്കറ്റ് ടൈം പിഴവ് കാരണം വീണ്ടും പരാജയപ്പെട്ടു. സമയം 2008 എലോൺ മസ്കിൻ്റെ കയ്യിൽ ഇനി ഒരേയൊരു റോക്കറ്റ് വിക്ഷേപിക്കാനുള്ള പണം മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ബാക്കി പണമെല്ലാം അദ്ദേഹം തൻ്റെ മറ്റൊരു സ്വപ്നമായിട്ടുള്ള ടെസ്ലയിലാണ് നിക്ഷേപിച്ചിരുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയാം, എലോൺ മസ്ക് അല്ല ടെസ്ല തുടങ്ങിയത്. അദ്ദേഹം അതിലൊരു പ്രധാന ഇൻവെസ്റ്റർ മാത്രമായിരുന്നു.
2004 എലോൺ മസ്ക് ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇലക്ട്രിക് കാറുകൾ എന്നാൽ വെറും ഗോൾഫ് കാട്ടുകൾ പോലെയായിരുന്നു. വേഗത കുറഞ്ഞത്, കാണാൻ ഭംഗിയില്ലാത്തത്, ഒന്നിനും കൊള്ളാത്തത്. അതൊരു തമാശ പോലെയായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ടെസ്ലയ്ക്ക് ഈ കാഴ്ചപ്പാട് ആദ്യം മാറ്റണമായിരുന്നു. ചാർജിങ് നെറ്റ്വർക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അന്ന് ആരും ഇലക്ട്രിക് കാറുകൾ വാങ്ങാനേ തയ്യാറായിരുന്നില്ല. സപ്ലൈ ചെയിൻ ഇല്ലാത്തതുകൊണ്ട് ആരും കാറുകൾ നിർമ്മിക്കാനും തയ്യാറായിരുന്നില്ല. എല്ലാം തുടക്കം മുതൽ ഡിസൈൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ടെസ്ലയ്ക്ക് സ്വന്തമായിട്ടൊരു പുതിയ സിസ്റ്റം തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നിരുന്നു. പെട്രോള്, ഡീസൽ കാറുകൾ ഒരു നൂറ്റാണ്ടായിട്ട് ആളുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് കാറുകൾ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് ടെസ്ലയ്ക്ക് നിലവിലുള്ള രീതികളെ വെല്ലുവിളിക്കേണ്ടി വന്നു. ഇതിനെല്ലാം നല്ല പണം ആവശ്യമാണ്. 2008 ആയപ്പോഴേക്കും ടെസ്ലയുടെ പണവും തീരാറായി. അതായത് എലോൺ മസ്കിന്റെ പണം തീർന്നു, സ്പേസ് എക്സിന്റെ പണം തീർന്നു, ടെസ്ലയുടെ പണവും തീർന്നു. 2008 എലോൺ മസ്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും 2008 ആ പ്രതിസന്ധിയെ നിങ്ങൾ എങ്ങനെയാണ് മറികടന്നത് എന്ന് ആളുകൾ എലോൺ മസ്കിനോട് ചോദിക്കാറുണ്ട്. എന്നാൽ 2008 അവസാനിക്കാൻ തുടങ്ങിയപ്പോൾ മസ്കിന്റെ വിധി മാറുകയായിരുന്നു മൊത്തത്തിൽ. ഡിസംബർ മാസത്തിലെ ഒരേ ഒരു ആഴ്ചയിൽ മസ്കിന്റെ ജീവിതത്തിൽ 2 അത്ഭുതങ്ങളാണ് നടന്നത്. സ്പേസ് എക്സിന്റെ കഠിനാധ്വാനം കണ്ടിട്ട് നാസ അവർക്ക് $1.6 ബില്യൺ ഒരു കോൺട്രാക്ട് നൽകി. അതേ ആഴ്ചയിൽ തന്നെ ടെസ്ലയ്ക്ക് അവസാന നിമിഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി കിട്ടുകയാണ്. പ്രതീക്ഷയുടെ ഒരു അവസാന കിരണം. നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ വരും എന്നാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പലർക്കും തോന്നാം. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു അവസരമായി, അതുമല്ലെങ്കിൽ ഒരു യാദൃശ്ചികതയായിട്ട് പോലും അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. യാദൃച്ഛികത എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എലോൺ മസ്കിനെ റിയൽ ലൈഫ് അയൺമാൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. മറ്റൊരു യാദൃച്ഛികത എന്തെന്ന് വെച്ചാൽ, ഇതേ വർഷം തന്നെയാണ് അയൺമാൻ എന്ന ആദ്യ സിനിമയും റിലീസായത്. ആ സിനിമ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിലും വലിയൊരു മാറ്റം കൊണ്ടുവന്നിരുന്നു. റോബർട്ട് ഡൗണി ജൂനിയർ ഇന്ന് അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ്. ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പണം വാങ്ങുന്ന നടന്മാരിൽ ഒരാളാണ്. പക്ഷേ ഇതേ സമയം 2008 അദ്ദേഹം തകർന്നു നിൽക്കായിരുന്നു. സിനിമകൾ പരാജയപ്പെടുന്നു, ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല. ലഹരി ഉപയോഗം കാരണം ജയിലിൽ വരെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ഇതിൽ നിന്നെല്ലാം അദ്ദേഹം കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് അയൺമാൻ സിനിമ ലഭിക്കുന്നത്. ഈ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതം വല്ലാത്ത രീതിയിൽ രക്ഷിക്കുകയും ചെയ്തു. എലോൺ മസ്കിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ അതിൽ കാണാൻ സാധിക്കും. അദ്ദേഹം തിരഞ്ഞെടുത്ത ഓരോ മേഖലയും മാറ്റാൻ അദ്ദേഹം നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ പേയ്മെൻറ്റ് ബുദ്ധിമുട്ടായപ്പോൾ അദ്ദേഹം പേപാൽ ഉണ്ടാക്കി പണമിടപാടുകളെ മൊത്തത്തിൽ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ പെട്രോൾ കാറുകളുടെ പിന്നാലെ പോയപ്പോൾ അദ്ദേഹം ടെസ്ല ഉണ്ടാക്കിയിട്ട് ഗതാഗതത്തെ മാറ്റിമറിച്ചു. ലോകത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയും സ്പേസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടാത്ത സമയത്ത് അദ്ദേഹം ആകാശം തൊട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ചിറകുകൾ കൊണ്ട് ആകാശത്തിന്റെ അതിരുകൾ വികസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരാളുടെ കയ്യിലെ അധികാരം വരുമ്പോൾ, അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകുമ്പോൾ അദ്ദേഹം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം എലോൺ മസ്ക് ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നത്, അതിനുള്ള ശക്തി അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ പോകുന്നില്ല. ഇന്ന് ടെസ്ല ലോകത്തിലെ ഏറ്റവും മൂല്യമായിട്ടുള്ള കാർ കമ്പനിയാണ്. സ്പേസ് എക്സ് ലോകത്തിലെ ആദ്യത്തെ റീയൂസബിൾ റോക്കറ്റ് നിർമ്മിക്കുകയും ചെയ്തു. ലോകത്തിലെ മറ്റു ഫൗണ്ടർമാർ ഒരു ആപ്പ് ഉണ്ടാക്കി സന്തോഷിക്കുമ്പോൾ മസ്ക് യഥാർത്ഥമായിട്ടുള്ള എന്തോന്ന് നിർമ്മിക്കുകയാണ്. ടെസ്ലയെ കാണുമ്പോൾ നമുക്ക് തോന്നും ഭാവി ക്ലീൻ ആയിരിക്കുമെന്ന്, സ്മാർട്ട് ആയിരിക്കും എന്നൊക്കെ. സ്പേസ് എക്സിന്റെ ഓരോ ലോഞ്ചും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ഒരു ദിവസം ചൊവ്വയിൽ വീട് വെക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളും ഒന്നിലധികം ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ഒരു വർഗമായിട്ട് മാറിയേക്കാം. ഇത്തരം പ്രതീക്ഷകൾ നൽകുന്ന ആളെയാണ് നമ്മൾ ഹീറോ എന്ന് വിളിക്കുന്നത്. പക്ഷേ എലോൺ മസ്ക് അത്ര നല്ല ആളാണെങ്കിൽ പിന്നെ എന്തിനാണ് ചിലർ അദ്ദേഹത്തെ വില്ലൻ എന്ന് വിളിക്കുന്നത്? സൂപ്പർ ഹീറോ ആണോ അതോ സൂപ്പർ വില്ലൻ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇയാൾക്കൊരു ഇരുണ്ട വശമുണ്ട്. എലോൺ മസ്കിന്റെ ഏറ്റവും വലിയ വിവാദങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എലോൺ മസ്കിനെ യൂട്ടേൺ കിങ് എന്ന് വിളിക്കാറുണ്ട് പലപ്പോഴും. ഒരു വശത്ത് അദ്ദേഹം ഫ്രീ സ്പീച്ചിന്റെ വാക്താവാണെന്ന് പറയുകയും ചെയ്യും, മറുവശത്ത് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുകയും ചെയ്യാറുണ്ട്. ഒരു ദിവസം പറയും എനിക്ക് ഡൊണാൾഡ് ട്രംപിനെ ഇഷ്ടമാണെന്ന്, അടുത്ത ദിവസം ട്രംപിനെ എക്സിൽ വന്ന് ചീത്ത പറയുകയും ചെയ്യും. ബിറ്റ്കോയിൻ ആണ് ലോകത്തിലെ പുതിയ കറൻസി എന്ന് പറയുകയും ചെയ്യും. ബിറ്റ്കോയിൻ ഉപയോഗിച്ച് ടെസ്ല വാങ്ങാമെന്ന് പറയുകയും ചെയ്യും. കുറച്ചാഴ്ചകൾ കഴിഞ്ഞാൽ ആ
പ്രസ്താവന അതേപോലെ പിൻവലിക്കുകയും ചെയ്യും. മസ്ക് $44 ബില്യൺ നൽകിയിട്ട് ട്വിറ്റർ വാങ്ങിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വളരെ തമാശയായിട്ടാണ് കണ്ടത്. എന്നാൽ അടുത്ത ദിവസം തന്നെ ജീവനക്കാർക്ക് ഒരു ഇമെയിൽ വന്നു. നമ്മളൊരു പുതിയ ട്വിറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് വളരെ കഠിനമായിരിക്കും. രാത്രി വൈകിയും ജോലി ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ ഫോം പൂരിപ്പിക്കുക. അല്ലെങ്കിൽ 3 മാസത്തെ ശമ്പളം വാങ്ങിയിട്ട് പിരിഞ്ഞു പോകാം. അതായത് യു ആർ ഫയർഡ് എന്നുള്ളത്. മസ്ക് ട്വിറ്റർ വാങ്ങുമ്പോൾ ഏകദേശം 8,000 ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ വെറും 1,500 പേര് മാത്രമേ ഉള്ളൂ. അതായത് 80% ജീവനക്കാരെയും അദ്ദേഹം പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. നിങ്ങൾ മസ്കിൻ്റെ ചരിത്രമെല്ലാം മറന്ന് ഈ ഒരു സംഭവം മാത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്കൊരു വില്ലനായിട്ട് തോന്നാം. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത്രയും പേരെ പിരിച്ചുവിട്ട ഒരു വില്ലൻ. പക്ഷേ മസ്കിന് തൻ്റെ അടുത്ത പദ്ധതിക്കായിട്ട് ട്വിറ്ററിൽ പൂർണ്ണ നിയന്ത്രണം ആവശ്യമായിരുന്നു. ട്വിറ്റർ ട്രംപിനെ ബാൻ ചെയ്തിരുന്നു. മസ്ക് വന്ന ഉടനെ ട്രംപിൻ്റെ അക്കൗണ്ട് തിരിച്ചു വന്നു. ട്രംപിൻ്റെ പുതിയ പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് ഏറ്റവും കൂടുതൽ നടന്നത് ട്വിറ്ററിലായിരുന്നു. ട്രംപിനെ വധിക്കാനുള്ള ശ്രമം നടന്ന സമയത്ത് മസ്ക് പരസ്യമായിട്ട് ട്രംപിനെ പിന്തുണച്ചു. മില്യൺ കണക്കിന് ഡോളർ ട്രംപിൻ്റെ ക്യാമ്പയിന് നൽകി. ചിലർ പറയുന്നത് മസ്കിൻ്റെ ഈ സാമ്പത്തിക സഹായം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ട്രംപ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ തോറ്റനെ എന്നാണ്. ട്രംപ് പ്രസിഡന്റ് ആയതോടെ എലോൺ മസ്ക് ഒരു സംരംഭകൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയായിട്ട് മാറുകയായിരുന്നു. ഒരു മുതലാളി തൻ്റെ പണം കൊണ്ട് വൈറ്റ് ഹൗസ് വരെ എത്തിയിരിക്കുന്നു. കുട്ടിക്കാലത്ത് ഒരുപാട് ഉപദ്രവിക്കപ്പെട്ട ആ പയ്യൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കെട്ടിടത്തിൽ എത്തി നിൽക്കുന്നു. മസ്ക് 44 ബില്യൺ കൊടുത്തിട്ടാണ് ട്വിറ്റർ വാങ്ങിയത്. എന്നാൽ ഇതിൻ്റെ മൂല്യം പകുതിയിലും താഴെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം മസ്ക് തകർന്നു എന്നല്ല. ആ പണം കൊണ്ട് അദ്ദേഹം വാങ്ങിയ അധികാരം അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സ്വാധീനമാണ് നൽകിയത്. ഇന്ന് മസ്കിൻ്റെ ഏറ്റവും വലിയ കമ്പനികൾ അമേരിക്കൻ ഗവൺമെൻറ്റിനെയാണ് ആശ്രയിക്കുന്നത്. സ്പേസ് എക്സിന് $4 ബില്യൺ കോൺട്രാക്റ്റുകളാണ് അമേരിക്കൻ സർക്കാർ നൽകിയിരിക്കുന്നത്. സ്പേസ് എക്സിൻ്റെ എല്ലാ പ്രൊജക്റ്റുകളും അമേരിക്കൻ ഗവൺമെൻറ്റാണ് ഫണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ് ഗവൺമെൻറ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പെക്ഷൻ ആയിട്ടിരിക്കാൻ കഴിയും? അതായത് ട്രംപ് പ്രസിഡന്റ് ആയതോടെ തൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ വൈറ്റ് ഹൗസിൽ ഉണ്ടെന്ന് മസ്ക് ഉറപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എലോൺ മസ്ക് വെറും കമ്പനികളല്ല നടത്തുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തെയും അധികാരത്തെയും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളുടെ തീരുമാനങ്ങൾ ലോകത്തെ മുഴുവൻ ബാധിക്കുമ്പോൾ ചോദ്യം അത് ശരിയാണോ തെറ്റാണോ എന്നതല്ല, പകരം ഇത്രയും അധികാരം ഒരാളുടെ കയ്യിൽ ഉണ്ടാകാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം നമ്മുടെ ഭയപ്പെടുത്തുന്ന ഭാവിയാണ്. ഓരോ മനുഷ്യനിലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഒരാളെയും ദൈവമാക്കുന്നത് ശരിയല്ല. അത് ഇലോൺ മസ്കിനെ പോലെയുള്ള ജീനിയസ് ആണെങ്കിൽ പോലും. കാരണം എല്ലാവർക്കും അവരുടേതായ അജണ്ടകളും രീതികളുമുണ്ട്. എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. എലോൺ മസ്ക് എത്രമാത്രം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആളാണെന്ന് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് തൻ്റെ വിഷനാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അതിനായിട്ട് ലോകത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കാൻ പോലും അദ്ദേഹം തയ്യാറായേക്കാം. ഇനി മസ്കിൻ്റെ ഏറ്റവും വിവാദപരമായിട്ടുള്ള 3 പദ്ധതികളെ കുറിച്ച് പറയാം. പ്ലാൻ നമ്പർ 1 എന്ന് പറയുന്നത് ന്യൂറാലിങ്ക് ആണ്. ഇതൊരു ബ്രെയിൻ ഇംപ്ലാന്റ് ആണ്. തളർന്നു പോയിട്ടുള്ള ആളുകളെ വീണ്ടും നടക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പദ്ധതി. പക്ഷേ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലത് തകർക്കേണ്ടി വരും എന്ന് പറയാറില്ലേ? ഇതിൻ്റെ വില നൽകേണ്ടി വരുന്നത് പാവം മൃഗങ്ങളാണ്. 2017 മുതൽ ന്യൂറാലിങ്ക് മൃഗങ്ങളിൽ ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കുരങ്ങൾ, പന്നികൾ, എലികൾ ഇവിടെയൊക്കെ തലച്ചോറിൽ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. ഏകദേശം 1500ഓളം മൃഗങ്ങൾ ഈ പരീക്ഷണങ്ങൾ കാരണം ചത്തുപോയി എന്നാണ് പറയുന്നത്. കണക്കുകൾ പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം അവ വലിയ വേദന അനുഭവിച്ചാണ് ചത്തത് എന്നുള്ളതാണ്. ഒരു കുരങ്ങൻ തൻ്റെ സ്വന്തം വിരലുകൾ തന്നെ കടിച്ചു തിന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ പരീക്ഷണങ്ങൾ എത്രമാത്രം ക്രൂരമായിരിക്കും. ആ കുരങ്ങിന് ബ്രെയിൻ ഡാമേജ് സംഭവിച്ചു. അവൻ ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയിലായി. ഇത്തരത്തിലുള്ള ചിപ്പുകൾ നമ്മുടെ തലച്ചോറിൽ ഘടിപ്പിക്കാനാണ് മസ്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മൃഗങ്ങളുടെ മാത്രം കാര്യമല്ല, നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബ്ലാക്ക് മിറർ എന്നൊരു സീരീസിലൊരു എപ്പിസോഡുണ്ട്. അവിടെ ഇതുപോലൊരു ചിപ്പ് തലയിൽ ഘടിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇത് ഫ്രീ ആയിട്ടിരിക്കും. പക്ഷേ പിന്നീട് പണമില്ലാത്തവർക്ക് പരസ്യങ്ങൾ നേരിട്ട് തലച്ചോറിൽ കാണിച്ചു തുടങ്ങും. പരസ്യം വേണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ഇതാണ് ന്യൂറോലിങ്കിൻ്റെ ഭാവി എന്നുള്ളതും സംശയിക്കേണ്ടി വരും. ഭാവിയിൽ മനുഷ്യൻ മെഷീനുകളുമായിട്ട് ലയിക്കും എന്ന് മസ്ക് പറയുന്നു. പക്ഷേ അങ്ങനെ മാറിയാൽ അവരെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റും? അതോ മസ്കിൻ്റെ വെറും ഒരു കളിപ്പാവയായിട്ട് അവരും മാറുമോ? ഇനി പ്ലാൻ നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റാർലിങ്ക് ആണ്. ലോകം കണ്ട മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണിത്. ലോ ഓർബിറ്റ് സാറ്റലൈറ്റുകൾ വഴി ലോകത്തിൻ്റെ ഏത് കോണിലും ഇൻ്റർനെറ്റ് എത്തിക്കാം. മലനിരകൾ, സമുദ്രങ്ങൾ, വനങ്ങൾ എവിടെയും ഇത് പ്രവർത്തിക്കും. കേൾക്കാൻ നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ചോദ്യമുണ്ട്. ഇൻ്റർനെറ്റ് മുഴുവൻ സ്റ്റാർലൈറ്റിലായാൽ അതിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? മറുപടി വളരെ ലളിതമാണ്. എലോൺ മസ്ക്. സ്റ്റാർലിങ്ക് പോർട്ടബിൾ ആണ്. ഒരു ഡിഷ് വെക്കുക, പവർ നൽകുക, ഇൻ്റർനെറ്റ് വന്നു.
കേബിളുകളോ ടവറുകളോ ഗവൺമെൻറ് പെർമിഷനോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പിനെ കാടിനുള്ളിൽ ഇരുന്നിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ആരുടെയും കണ്ണിൽ പെടാതെ എന്തും ചെയ്യാം എന്നാണ്. ഒരു നാട്ടിലെ കലാപമോ അടിയന്തരാവസ്ഥയോ ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റാർലിങ്ക് ആ പവറിനെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. സാങ്കേതികവിദ്യ നല്ലതാണെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ പ്രയാസമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ സ്റ്റാർലിങ്ക് ഒരു ആയുധമായിട്ട് മാറി. ഉക്രൈൻ ആർമി സ്റ്റാർലിങ്കിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഡ്രോൺ ആക്രമണങ്ങളും മറ്റും ഇതിലൂടെ തന്നെയാണ് നടന്നിരുന്നത്. എന്നാൽ ഇടയ്ക്ക് മസ്ക് അസ്വസ്ഥനാവുകയും ചില ഭാഗങ്ങളിൽ സ്റ്റാർലിങ്കിൻ്റെ ആക്സസ് തടയുകയും ചെയ്തു. ഇത് ഉക്രൈൻ്റെ ഓപ്പറേഷനുകളെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. അതായത് ഒരു യുദ്ധത്തിൽ എന്ത് സംഭവിക്കണം എന്ന് ഇന്നൊരു ശതകോടീശ്വരനാണ് തീരുമാനിക്കുന്നത്. ലോക നേതാക്കൾക്ക് പോലും ഇല്ലാത്തൊരു അധികാരമാണിത്. സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റിൻ്റെ ഭാവിയായിരിക്കാം, പക്ഷേ നമ്മളെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടി വരും. നമ്മുടെ പരമാധികാരത്തെ ഇതൊരിക്കലും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ആകാനാണ് സ്റ്റാർലിങ്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്വിച്ച് ഒരു വ്യക്തിയുടെ കയ്യിലായിരിക്കും. പ്ലാൻ നമ്പർ 3, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം. AI മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് മസ്ക് പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം സ്വന്തമായിട്ട് AI നിർമ്മിക്കുന്നു. AI മനുഷ്യരെ മറികടക്കുമെന്നും മനുഷ്യരെ വെറും വളർത്തു മൃഗങ്ങളെ പോലെ ആക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വിമർശകർ ചോദിക്കുന്നത് ഇതാണ്: AI ഇത്രയ്ക്ക് അപകടകരമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ തന്നെ അത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് സ്വയം പ്രവർത്തിക്കുന്ന റോബോട്ടുകളെയും കാറുകളെയും നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വെറും AIയുടെ പ്രശ്നമല്ല, ഇത് മസ്കിൻ്റെ കാപട്യത്തിൻ്റെ പ്രശ്നം കൂടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു വശത്ത് പണം അത്ര പ്രാധാന്യമല്ല എന്ന് പറയുന്നു, മറുവശത്ത് തൻ്റെ വമ്പിച്ച ശമ്പള പാക്കേജിനായിട്ട് വാദിക്കുകയും ചെയ്യുന്നു. എക്സിൽ എപ്പോഴും ഒരു ട്രോളിനെ പോലെയാണ് പെരുമാറുന്നത്. ഇതെല്ലാം ഒരു പാറ്റേൺ ആണ്. മസ്കിൻ്റെ ആദർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഈഗോയും തമ്മിലുള്ള ഒരു പോരാട്ടമാണിത്. അദ്ദേഹത്തിനുള്ളിൽ ഒരു ഹീറോയും ഒരു വില്ലനും ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഒരു വലിയ ബുദ്ധിമാനായുള്ള ഹീറോയോടാണോ അതോ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്ന വില്ലനോടാണോ? ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും മസ്കിൻ്റെ കയ്യിലാണ്. സോഷ്യൽ മീഡിയ, ഗതാഗതം, ഇൻ്റർനെറ്റ്, സ്പേസ്, രാഷ്ട്രീയം എല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? എലോൺ മസ്ക് ഒരു ഹീറോ ആണോ അതൊരു വില്ലനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിൽ അറിയിക്കാം.